So welcome all once again to our channel Chemflix, and if you are new to this channel, please subscribe this channel. Okay, so hello, I'm Ravina. So today we're going to explore the how to balance a chemical reaction. Okay, so once again all of you, welcome to the part 3 of our chapter Chemical Reaction and Equation. And in this session we are discussing about how to balance a chemical reaction. Okay, so before that we just discussed about what is the importance of balancing a chemical reaction in our previous video. So if you don't watch that, please go and watch this. I will give you somewhere above here you can see the link of that video. Okay, so now we are going to take now we are dealing with this balancing an equation. Okay, so balancing an equation, what is this balancing an equation? As you can see here, there is a balance. Okay, this is a typical example for a balance. So ത്രാസിൽ എന്താ നമ്മൾ മെഷർമെന്റ് എടുക്കും എങ്ങനെ equal amount of weights അല്ലേ, അപ്പുറവും ഈക്വൽ എമൗണ്ട് ഓഫ് വെയ്റ്റ്സ്. ഇപ്പം നമുക്ക് 5 കിലോ പഞ്ചസാര വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾ 5 കിലോയുടെ കട്ടി വെക്കും. എന്നിട്ട് ഇത് കോമൺ ബാലൻസ് ആണ്, ഇപ്പം എല്ലാം ഡിജിറ്റൽ ബാലൻസ് ആണ്. ഓക്കെ, സോ 5 കിലോയുടെ കട്ടി വെച്ചിട്ട് ഇപ്പുറത്തെ അതിന് ഈക്വൽ ആയിട്ടുള്ള പഞ്ചസാര എടുക്കും. ഓക്കെ, ദാറ്റ്സ് ഹൗ വി ആർ മെഷറിങ് സംതിങ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെയും ബാലൻസ് ചെയ്യണം. സോ ഹിയർ ഓൾസോ വി ആർ ബാലൻസിങ് ബിറ്റ്വീൻ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് ദി റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് വാട്ട് ഈസ് ദിസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് can be called as reactants and the right hand side's products can be called as products. Okay, so the arrow എന്ന് പറയുന്നത് റിയാക്ടന്റിൽ നിന്നും പ്രോഡക്റ്റിലേക്കാണ് കാണിക്കുന്നത്. സോ ഈ ആരോയുടെ ഇടതുവശത്ത് റിയാക്ടന്റും ആരോയുടെ വലതുവശത്ത് പ്രോഡക്റ്റുമാണ്. ഓക്കെ, so the same number of atoms of each elements on the left hand side and right hand side of the equation. അപ്പോഴാണ് നമുക്ക് ഇതിനെ ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എപ്പോഴാണ് നമുക്ക് ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്? Same number of elements or same number of atoms of each element on left hand side and right hand side. Then we can say that that particular equation, chemical equation, is balanced. ഇപ്പൊ ഇവിടെ നോക്ക്. ഓക്കെ, ഇവിടെ നോക്ക്, you can see here ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം നോക്കുമ്പോൾ ഇവിടെ ഒരു മഗ്നീഷ്യം ആറ്റേ ഉള്ളൂ, 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഓക്കെ, but we are going to the right hand side, you can see there is only 1 magnesium and 1 oxygen. അപ്പൊ ഇത് രണ്ടും ബാലൻസ്ഡ് ആണോ? അല്ല, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 3 ആറ്റം കാണാം, പക്ഷെ ഇവിടെ 2 ആറ്റമേ കാണത്തുള്ളൂ. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് ഐ എം ജസ്റ്റ് ഗോയിങ് ടു മൾട്ടിപ്ലൈ. ഓക്കെ, ഐ എം ജസ്റ്റ് ഗോയിങ് ടു മൾട്ടിപ്ലൈ ദിസ് പ്രോഡക്റ്റ് വിത്ത് 2. ഓക്കെ, ഐ എം മൾട്ടിപ്ലൈങ് ഇത്, ഐ എം ആഡിങ് എ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. ഓക്കെ, മുമ്പിലുള്ളത് എന്താണ്? സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. ഇതെന്താണ്? സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? സബ്സ്ക്രിപ്റ്റ്. ഓക്കെ, സോ കോഎഫിഷ്യന്റ് സബ്സ്ക്രിപ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഞാൻ ആഡ് ചെയ്തു, ദാറ്റ് ഈസ് 2. ഇനി ഞാൻ എന്ത് ചെയ്യും? again I am going to check whether these 2 sides are balanced or not. അപ്പൊ ഇവിടെ ഞാൻ 2 ആഡ് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് നോക്കി, ഇവിടെ മൊത്തം 3 ആറ്റം ഉണ്ട്, ഇവിടെ 2 ആറ്റമേ ഉള്ളൂ. പക്ഷെ എവിടെയാണ് കുറവ്? റൈറ്റ് ഹാൻഡ് സൈഡിൽ കുറവ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ എന്ത് കിട്ടി? 2 മഗ്നീഷ്യവും 2 ഓക്സിജനും കിട്ടി അല്ലെ? 2 മഗ്നീഷ്യം ഉണ്ട്, 2 ഓക്സിജനും ഉണ്ട്. പക്ഷെ ഇവിടെ 1 മഗ്നീഷ്യവും 2 ഓക്സിജനും ഉള്ളൂ. അപ്പൊ ഇത് ബാലൻസ്ഡ് ആണോ? അല്ല, ഇപ്പോഴും ഇത് ബാലൻസ്ഡ് അല്ല. നമ്മൾ എന്ത് ചെയ്തു? Again I am multiplying this magnesium with 2. ഇവിടെ ഞാൻ മഗ്നീഷ്യത്തിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ 2 മഗ്നീഷ്യം ഉണ്ട്, ഇവിടെയും 2 ഓക്സിജൻ ഉണ്ട്. സിമിലർലി ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലും 2 മഗ്നീഷ്യം ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ 2mg plus O2 is 2mgO. ഇപ്പൊ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ബാലൻസ്ഡ് ആണ് അല്ലെ? സോ ഇപ്പൊ നമുക്ക് പറയാം ദിസ് പർട്ടിക്കുലർ റിയാക്ഷൻ ഈസ് ബാലൻസ്ഡ്. ഈ റിയാക്ഷൻ ഇപ്പൊ ബാലൻസ്ഡ് ആയെന്ന് പറയാം. ഞാൻ അനദർ എക്സാമ്പിൾ വെച്ചിട്ട് ഇത് തന്നെ ഒന്നുകൂടെ പറയാം. ഓക്കെ, ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ ഹിയർ. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? അയൺ. ഓക്കെ, Fe+H2O gives Fe3O4+H2 എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇവിടെ കൂടുതൽ ആറ്റം പ്രസന്റ് ആയിട്ടുള്ള, ഞാൻ ട്രിക്കാണ് പറയുന്നത് കേട്ടോ, കൂടുതൽ ആറ്റം പ്രസന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാണ്? Fe3O4. ഓക്കെ, സോ ഇവിടെ എത്ര Fe മോളിക്യൂൾ ഉണ്ട്? Fe ആറ്റം ഉണ്ട്, 3 ആറ്റം. ഇവിടെ എത്ര Fe ഉണ്ട്? ഒരു Fe ആറ്റമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഡയറക്ട്ലി ഐ എം മൾട്ടിപ്ലൈങ് 3
to this Fe. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഓക്കെ, ഞാനിപ്പോൾ 3Fe 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? The reaction can be written as 3Fe plus H2 gives Fe3O4 plus H2. And again I'm going to check the left hand side and right hand side whether it is balanced or not. അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ Fe 3 എണ്ണം ഉണ്ട്, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലും Fe 3 എണ്ണം ഉണ്ട്. ഓക്കെ, Fe പോർഷൻ ക്ലിയർ ആയി. പക്ഷേ ഇവിടെ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഓക്സിജനേ ഉള്ളൂ, പക്ഷെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 4 ഓക്സിജൻ ഉണ്ട്. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് ഐ എം ഗോയിങ് ടു മൾട്ടിപ്ലൈ H2O with 4. ഓക്കെ, ഐ എം ഗോയിങ് ടു മൾട്ടിപ്ലൈ H2O with 4. അപ്പം ഞാൻ എന്ത് ചെയ്തു? അപ്പം എന്ത് സംഭവിക്കും? ഐ എം ഗോയിങ് ടു മൾട്ടിപ്ലൈ H2O with 4. സോ ഞാൻ again we get the chemical reaction Fe plus 4H2 gives Fe3O4 plus H2. എന്നിട്ട് എന്ത് ചെയ്തു? ഐ എം ഗോയിങ് ടു റീചെക്ക് വെദർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ആർ ബാലൻസ്ഡ്. അപ്പം നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇപ്പൊ ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തത് 4 കൊണ്ടല്ലേ. അപ്പൊ ഇവിടെ ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ് ആർ ഹിയർ? ഇവിടെ 4 into 2. ഓക്കെ, 8 ഹൈഡ്രജൻ ആറ്റം ഇവിടെയുണ്ട്. പക്ഷെ ഇവിടെ ആകെ കൂടി 2 ഹൈഡ്രജൻ ആറ്റം ഉള്ളൂ എവിടെ? റൈറ്റ് ഹാൻഡ് സൈഡിൽ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഇത് 8 ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ഇവിടെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം ഇവിടെ 8 കിട്ടി. കിട്ടിയോ? ഇവിടെ 8 കിട്ടി. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യും? ഫുൾ ക്രോസ് ചെക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ 3Fe ഉണ്ട്, ഇവിടെ 3Fe ഉണ്ട്, ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 8 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ഞാനിപ്പോ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഇവിടെ 8 ഹൈഡ്രജൻ ഉണ്ട്, ആസ് യു ക്യാൻ സീ ഹിയർ. അപ്പൊ എന്തായി? thus the equation is balanced. ക്ലിയർ? ഞാനിപ്പോ 2 എക്സാമ്പിൾ വെച്ചിട്ടേ പറയുന്നുള്ളൂ. ഐ വിൽ ഗീവ് യു സോ മെനി എക്സാമ്പിൾസ് ആൻഡ് ഐ വിൽ ഗീവ് യു സോ മെനി ക്വസ്റ്റ്യൻസ്. ഓക്കെ, തരാം. ഇനി this is one informative equation. Okay, this is in how to make a chemical reaction or a chemical equation more informative. അപ്പോൾ ഒരു ഇക്വേഷൻ എങ്ങനെ മോർ ഇൻഫോർമേറ്റീവ് ആക്കാം എന്നുള്ളതിനാണ് നമ്മൾക്ക് ഈ ഇൻഫോർമേറ്റീവ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ലൈഡ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇൻഫോർമേറ്റീവ് ഇക്വേഷൻ ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റ് യൂസിങ് സിംബൽസ്. ഓക്കെ, നമ്മളിവിടെ ഫിസിക്കൽ സ്റ്റേറ്റിനെ represent ചെയ്യാണ്. Okay, this physical state, very minimal this physical state as that is whether the substance is in solid state, liquid state or gaseous state. ഇത് ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ അത് യൂസ് ചെയ്യുന്നത് സിമ്പിൾസ്. ഒക്കെ നമുക്ക് നോക്കാം വിച്ച് ആർ ദി സിമ്പിൾസ്. സോളിഡ് ആണെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റർ എസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ലിക്വിഡ് ആണെങ്കിൽ സ്മോൾ ലെറ്റർ എൽ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഗ്യാസ് ആണെങ്കിൽ സ്മോൾ ലെറ്റർ ജി കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അതുപോലെ തന്നെ ഗ്യാസ് ഇവോൾവ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് വെൻ സിങ്ക് റിയാക്ട് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ഓർ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, നമ്മൾ ആക്ടിവിറ്റിയിൽ പറഞ്ഞായിരുന്നു. അവിടെ എന്താ? ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുക, മീൻസ് ഇറ്റ്സ് കമ്മിങ് ഔട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ദിസ് ആരോ, അപ്വേർഡ് ആരോ വെച്ചിട്ട് നമുക്കതിനെ പറയാൻ പറ്റും. ഓക്കെ, വാട്ടർ സോല്യൂബിൾ സൊല്യൂഷൻ ആണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ ലയിക്കും, അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ അക്വസ്, ഓക്കെ, അക്വ മീൻസ് വാട്ടർ, അക്വസ് എക്യു കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്രസിപ്പിറ്റേറ്റ്, ബേരിയം സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് ഔട്ട്. ഓക്കെ, പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗൺവേർഡ് ആരോ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ where there is an reaction condition is applied here in a particular chemical reaction, that is temperature, pressure, catalyst. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരോ ഇല്ലേ, ആരോയുടെ മേളിൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, where there is at 373 Kelvin at 1 atm pressure and 1 atm as catalyst, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ ആരോയുടെ മുകളിൽ നിന്ന് താഴെയുമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹീറ്റ് ഇവോൾവ് ചെയ്യുകയാണ്, എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ, അപ്പൊ ഹീറ്റിന്റെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ട്രയാങ്കിൾ കാണിക്കാം. ദിസ് ട്രയാങ്കിൾ ഈസ് കോൾഡ് ഡെൽറ്റ, DELTA. ഓക്കെ, സോ ദിസ് ട്രയാങ്കിളിന്റെ പേരെന്താ? ഡെൽറ്റ. Okay, so അങ്ങനെ by using this physical states, okay, by using this physical state we can make a chemical reaction more informative. So I will give you some examples. You can see here this is 3Fe. നമ്മളിപ്പോ കണ്ട റിയാക്ഷൻ തന്നെയാണ്. 3Fe plus 4H2 gives Fe3O4 plus 4H2. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് ഈ റിയാക്ഷൻ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഐ ജസ്റ്റ് യൂസ് സം ഓഫ് ദി സിമ്പിൾസ്. ഓക്കെ, സോ ഈ സിമ്പിൾ ആഡ് ചെയ്തപ്പോൾ എന്താ എനിക്ക് മനസ്സിലായത്? ഇവിടെ Fe, ദാറ്റ് ഈസ് അയൺ എന്ന് പറയുന്ന സാധനം, ഇരുമ്പ് സോളിഡ് സ്റ്റേറ്റിലാണുള്ളത്. അതുപോലെ തന്നെ വെള്ളം, ഓക്കെ, അത് ലിക്വിഡ് സ്റ്റേറ്റിലാണുള്ളത്. അതുപോലെ തന്നെ Fe3O4 അവിടെ ഫോം ചെയ്തത്, അതായത്
റസ്റ്റ് ആണ് സംതിങ് ദിസ് ഇസ് ഓക്കെ. ഇവിടെ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന റിയാക്ഷൻ ആണിത്. Fe3O4 എന്താ സോളിഡ് സ്റ്റേറ്റ് ആണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് എന്തായി ഇവോൾവ് ചെയ്തു. Okay. Similarly, another one example, carbon monoxide plus 2H2 at 340 atm pressure gives methanol. CH3OH is methanol. Okay. So, ഇവിടെ നോക്കുക 340 atm. There is a condition. എന്താണ് atm? It is pressure. Okay. അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട് 340 atm-ലാണ്. സോ ഇവിടെ പ്രഷർ നമ്മൾ റെപ്രസെന്റ് ചെയ്തേക്കാണ് above the arrow. Can be above the arrow or below the arrow, whatever it is. No need to worry about that. So, ഇവിടെ എന്താ 340 atm. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാണ് 340 atm പ്രഷറിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ മതി ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഈ മെത്തനോൾ നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത് ദിസ് ഇസ് സ്പിരിറ്റ് ആണ്. ആക്ച്വലി ദിസ് ഇസ് ലിക്വിഡ് ഫോമിലാണ്. ഓക്കെ. അനദർ വൺ കോമൺ എക്സാമ്പിൾ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫോട്ടോസിന്തസിസിൽ പഠിക്കുന്നതാണ്, നിങ്ങൾ ബയോളജി ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 6CO2 plus 12H2O in presence of sunlight and chlorophyll it gives glucose C6H12O6 plus 6O2 plus 6H2O. Okay, you can see here aqueous. Okay, ഇവിടെ ഈ ഫോം ചെയ്തിരിക്കുന്ന ഗ്ലൂക്കോസ്. ഓക്കെ, ഇവിടെ 6CO2 plus 12H2O. കാർബൺ ഡയോക്സൈഡ് ഏത് ഫോമില? അക്വസ് ഫോമില, വിച്ച് മീൻസ് ഈ കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ ലയിച്ചിരിക്കുകയാണ്. സോ വി ക്യാൻ റെപ്രസെന്റ് ഇറ്റ് വിത്ത് യൂസിങ് ദിസ് അക്വസ്. And this 12H2O is a liquid, and when it combines to form in presence of sunlight and chlorophyll, this is the reaction condition. Okay, സൂര്യപ്രകാശവും വേണം, അതുപോലെ തന്നെ പച്ചിലയിലുള്ള ക്ലോറോഫിൽ പിഗ്മെന്റും വേണം. ഓക്കെ, എങ്കിൽ മാത്രമേ ഈ റിയാക്ഷൻ പോസിബിൾ ആവത്തുള്ളൂ. സോ വാട്ട് ഇസ് ദി പ്രോഡക്റ്റ് ആർ ഗ്ലൂക്കോസ് വിച്ച് ഇസ് ഇൻ ദി ഡിസോൾവ്ഡ് ഫോം. ഓക്കെ, ഗ്ലൂക്കോസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത രീതിയിലാണ് കിട്ടുന്നത്. 6O2 ഓക്സിജൻ ഇറ്റ് ഈസ് ഓൾസോ ഇൻ ദി ഡിസോൾവ്ഡ് ഫോം, ആൻഡ് H2O ഇറ്റ് ഈസ് ഇൻ ദി ലിക്വിഡ് ഫോം. സോ അങ്ങനെ നമുക്ക് ബൈ ആഡിങ് ദീസ് സിമ്പിൾസ് വി ക്യാൻ make a chemical reaction more informative. Okay, so this is introducing some tips to balance a chemical equation. Okay, നമുക്ക് എങ്ങനെ ഒരു chemical equation balance ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് പറയുന്നത്. So before I am going to that, kindly please go through this reaction. Okay, 3BaCl2 plus Al2SO4 thrice gives 3BaSO4 plus 2AlCl3. കോംപ്ലിക്കേറ്റഡ് ആവണ്ട. ബേരിയം ക്ലോറൈഡ് ആണിത്. ബേരിയം ക്ലോറൈഡ് അലൂമിനിയം സൾഫൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ബേരിയം സൾഫൈറ്റും അലൂമിനിയം ക്ലോറൈഡും ആവും. ദിസ് ഇസ് another one example of double decomposition. Okay, you can see double displacement. You can see here. ഇവിടെ എന്താ ബേരിയം ക്ലോറൈഡ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബേരിയത്തിനോടായിരുന്നു. പക്ഷെ പ്രോഡക്റ്റ് ഫോം ചെയ്തിരിക്കുമ്പോൾ അത് ബേരിയത്തിനോടാണോ? അല്ല, അലുമിനിയത്തിനോടാണ് അറ്റാച്ച് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ സൾഫേറ്റ് ആനിയോൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന അലുമിനിയത്തിനോടാണ്. പക്ഷെ പ്രോഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ ഈ സൾഫേറ്റ് എന്തെങ്കിലും ഗെറ്റ് അറ്റാച്ച്ഡ് വിത്ത് ദിസ് ബേരിയം. അങ്ങനെ ബേരിയം സൾഫേറ്റ് ഫോം ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് പർട്ടിക്കുലർ എക്സാമ്പിൾ. ഓക്കെ, ഇവിടെ ഞാൻ ഈ എക്സാമ്പിൾ ഇൻക്ലൂഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ കണ്ടോ, SO4 എന്ന് പറയുന്നത് സൾഫേറ്റ് ആനിയോൺ ആണ്. അതൊരു പോളി ആറ്റമിക് ആനിയോൺ ആണ്. ഓക്കെ, സോ ദിസ് പോളി ആറ്റമിക് ആനിയോൺ അതിന്റെ വാല്യൂ. ഓക്കെ, നമ്മൾ അതിനെ കുറിച്ച് പറയണം. Okay, before that, when you're trying to balance the chemical equation, you should remember that you can only change the value of coefficient. Okay, coefficient-നെ മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, സബ്സ്ക്രിപ്റ്റിനെ തൊടാൻ പറ്റത്തില്ല. ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, you should remember that polyatomic ions should be balanced as whole. So this polyatomic anion ആണ് സൾഫേറ്റ്, നൈട്രേറ്റ് തുടങ്ങിയ polyatomic ion-നെ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട്, അതായത് അത് മൊത്തത്തിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്തേക്കുന്നത്. Okay, this SO4 അതിനാണ് നമ്മൾ അതിനെ ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത്. Okay, and the third factor is you should remember to balance that number first that has the greatest number of atoms in any product or reactant. Ensure that these elements are other than oxygen. Number of atoms in any product or reactant. Ensure that these elements are other than oxygen and hydrogen. So നമ്മൾ ഫസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഏറ്റവും കൂടുതൽ എലമെന്റ് ഉള്ള, അതായത് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ റിയാക്ടന്റിനെ നമ്മൾ ആദ്യം ചൂസ് ചെയ്തിട്ട് ബേസ്ഡ് ഓൺ ദാറ്റ് വി നീഡ് ടു റീഅറേഞ്ച് ഓൾ. Okay, and you should count the number of atoms of each element on both sides and see whether the equation is balanced. നമ്മളിപ്പോൾ ചെയ്ത മെത്തേഡ് തന്നെ ഓരോ തവണയും റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും കൗണ്ട് ചെയ്ത് നോക്കുക. Okay, and the other thing is when you successfully balance the equation, ensure to check the coefficient. It should be in their lowest term. അതുപോലെ തന്നെ ഈ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് 3, 4 അത് നമ്മുടെ ലോവസ്റ്റ് ടേമിൽ തന്നെ ആയിരിക്കും. അത് നമ്മൾ സാധാ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ വരത്തുള്ളൂ. Okay, so these are the tips to balance a chemical equation. Okay, so I hope this video will be helpful, and in coming videos we can see so many examples of how to balance this chemical equation and so on. Okay, so once again,
If you like this video, hit the like button, subscribe, and also click the notification bell icon. Okay. Okay. Thank you.